വെൽക്കം ഓൾ ഓഫ് യു. നമ്മളെ ടോപ്പിക്ക് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്. ഓക്കെ, വളരെ സിമ്പിളാണ് കാര്യം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സാധാരണ പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്തിരുന്നത് ഇപ്പോൾ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ഗുഡ്സ് അതൊരു ഫിനിഷ്ഡ് സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ സപ്പോസ് എ, ദെൻ ബി, ഇതൊക്കെ ഓരോ പ്രോസസ്സാണ്. സി, ഡി. നോർമൽ കേസസ്, അപ്പോൾ ദീസ് ആർ പ്രോസസ്. നോർമൽ കേസിൽ ഇപ്പോൾ എയിൽ നിന്ന് ബിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസിലാണ് ട്രാൻസ്ഫർ ചെയ്യാറ്. കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 100 രൂപേൻ്റെ ആണെങ്കിൽ അത് 100 രൂപയ്ക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ചില സമയങ്ങളിൽ കോസ്റ്റ് പ്ലസ് അതിനോടുകൂടി ഒരു സർട്ടൻ പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടി ചിലപ്പോൾ ആഡ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് 100 പ്ലസ് 10% പ്രോഫിറ്റ്. അപ്പോൾ 100ൻ്റെ എത്രയ്ക്കാണ്? 100ൻ്റെ 10% പറഞ്ഞെങ്കിൽ 110. ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ നടക്കാം. അപ്പോൾ ഇതിലെന്തുണ്ട്? ഒരു സർട്ടൻ പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ സർട്ടൻ പേഴ്സൻറ്റേജ് കൂട്ടിയാണ്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് സെല്ലിംഗ് പ്രൈസിന് ട്രാൻസ്ഫർ ചെയ്യാന്നൊക്കെ പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസിനും അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിനൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെല്ലിംഗ് പ്രൈസിന് അഥവാ കോസ്റ്റ് പ്ലസ് പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ എന്തുണ്ടാവും? ഇവിടെയൊക്കെ സർട്ടൻ പേഴ്സൻറ്റേജ് ഉണ്ടാവും പ്രോഫിറ്റ്, സർട്ടൻ പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. സോ ഈ ഒരു പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് ഇൻ ബിറ്റ്വീൻ ടു പ്രോസസ്. അല്ലേ? പ്രോഫിറ്റ് ഇൻ ബിറ്റ്വീൻ ടു പ്രോസസ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെയും ഒരു എഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റൽ പ്രോഫിറ്റ് നമുക്ക് എന്താണ് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു മേക്ക് ഓർ ബൈ ഡിസിഷനൊക്കെ എടുക്കാൻ നമുക്ക് വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ടാക്കണോ അതോ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നല്ല, അതാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു പ്രോസസ്സ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെന്താണ് കൂട്ടി കൊടുക്കുകയാണല്ലോ പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ അവിടെ ക്ലറിക്കൽ വർക്കുകളൊക്കെ അഡീഷണൽ ആയിട്ട് വരും. പിന്നെ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കാൻ. പിന്നെ ഒപ്പം തന്നെ എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റിങ്ങിന് ഒരു പ്രശ്നം വരും. ക്ലറിക്കൽ വർക്കുകൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓഡിറ്റിങ്ങിന് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഒപ്പം തന്നെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു എന്താണ് കോംപ്ലിക്കേഷൻ എന്ന്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അപ്പോൾ വാട്ട് ഈസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്നാണ്. ഇത് സംഭവം ഇപ്പം നമ്മൾ പറഞ്ഞു എ, ബി, സി, ഡി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനല്ലോ. അപ്പോൾ അതിലൊക്കെ പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ എന്തുണ്ടാകുന്നുണ്ട്? ഇവിടെയൊക്കെ ക്ലോസിംഗ് സ്റ്റോക്കും വരുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് യഥാർത്ഥത്തിൽ ഈ ക്ലോസിംഗ് സ്റ്റോക്കിൽ അപ്പോൾ എന്ത് വരുന്നുണ്ട്? ഒരു സർട്ടൻ പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു എലമെൻറ്റ് ഏലും കിടക്കുന്നുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിലും കിടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ആക്ച്വലി ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ അൺസോൾഡ് ഗുഡ്സിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അൺസോൾഡ് ഗുഡ്സ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ സെയിൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ സെയിൽ ചെയ്യാത്ത ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പുറത്തൊരു പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു റിയൽ പ്രോഫിറ്റായിട്ട് നമുക്ക് തൽക്കാലം പരിഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? റിയലൈസ് ചെയ്യാത്ത പ്രോഫിറ്റാണ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റാണ്. ഓക്കെ, അങ്ങനെയാണ് ആ വേർഡ് തന്നെ വരുന്നത്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അപ്പോൾ വാട്ട് ഈസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോൺ ആസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കലാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു പണി. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത് രണ്ട് രീതിയിൽ ചിലപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വന്നേക്കാം. ഒന്നുകിൽ ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക്
കോസ്റ്റ് പ്രൈസിൻ്റെ പുറത്ത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ചിലപ്പം കോസ്റ്റ് പ്രൈസിൻ്റെ പുറത്താവാം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസ്, ഈ രീതിയിൽ തരാം. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ പുറത്താണെങ്കിൽ നമ്മൾ ഇക്വേഷൻ വെക്കേണ്ടത് കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 100 ആണ്. അതല്ല മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ പ്രോഫിറ്റ് എന്ന് നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ എമൗണ്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതെന്താണ് പോയിൻറ്റ്സ് കുറച്ച് മനസ്സിലാക്കുക, എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ തയ്യാറാക്കേണ്ട അക്കൗണ്ട്സ് എന്ന് പറയുന്നത് സാധാ ഇപ്പോൾ 4 പ്രോസസ്സ് ഉണ്ടെങ്കിൽ 4 പ്രോസസ് അക്കൗണ്ട് വരും. അപ്പോൾ ABCD അല്ലേ. അപ്പോൾ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കും. ദെൻ ഒപ്പം തന്നെ എന്താണ്, ഒരു ഫിനിഷ്ഡ് സ്റ്റോക്കും വരയ്ക്കും. ഫിനിഷ്ഡ് സ്റ്റോക്ക് അതിൻ്റെ ഒരു അക്കൗണ്ട് വരയ്ക്കും. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിന് പുറമെ നമ്മൾ എന്താണ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എത്ര ഉണ്ട് മൊത്തം ഈ ഓരോ പ്രോസസ്സിലും നിന്ന് നമുക്ക് വരുന്ന അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എത്രയാണ് നമ്മളൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടി വരും. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റും ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കണക്കിൽ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്നുള്ളതും അതോടനുബന്ധിച്ച് നമ്മൾ തയ്യാറാക്കേണ്ട അക്കൗണ്ട്സ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 1-2 കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കും. നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുന്നത് 3 കോളം വെച്ചിട്ടാണ്. 3 കോളം, അതായത് ഓരോ സൈഡിലും ഡെബിറ്റിലും ക്രെഡിറ്റിലും നമ്മളെന്താണ് ഒരു 3 കോളം വരയ്ക്കും. ടോട്ടല്, കോസ്റ്റ്, പ്രോഫിറ്റ്, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുക. പിന്നെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് സാധാരണഗതിയിൽ പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് വെച്ചത്. പക്ഷെ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് മൈനസ് ചെയ്യും ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കോസ്റ്റ് ഓൺ സ്റ്റോക്കാണ്. കോസ്റ്റ് ഓൺ സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സ്റ്റോക്ക്, ആ സ്റ്റോക്കിൻ്റെ എന്താണ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണെങ്കിൽ 3 കോളം ഉണ്ടാവുമല്ലോ അല്ലേ, ടോട്ടൽ, കോസ്റ്റ്, പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ ഈ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് ഒന്ന്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ് നമ്മളിത് എന്താണ് ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇതൊക്കെയാണ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു കണക്ക് നമ്മളെടുത്ത് ചെയ്യുമ്പോൾ ഏകദേശം അത് ആണ് മനസ്സിലാവും. ഓക്കെ, ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ICMA കൊടുത്തിട്ടുള്ളൊരു ഡെഫിനിഷനാണിത്. ഡിഫൈൻസ് ട്രാൻസ്ഫർ പ്രൈസ് as a price related to goods or other benefits transferred from process or department to another or from one member of a group to another, the extent to which cost and profits by the price is a matter of policy. Okay, objectives or advantages to whether the cost of production competes with the market price, to make each process stands on its own efficiency and economies, to evaluate the efficiency of each process, to know the departmental profit, to help in make or buy decision. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ദെൻ ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി ഇതൊക്കെ മെൻഷൻ ചെയ്തതാണ്.
ദി സിസ്റ്റം മേക്സ് അൺനെസസറി കോംപ്ലിക്കേഷൻ. ദെൻ ദി പ്രോബ്ലം ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അല്ലേ. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്താണെന്ന് നമുക്കറിയാം. പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണ്, അത് നമ്മൾ കണ്ടുപിടിച്ച് ഉണ്ടാക്കണം. ദെൻ ഇഫ് ദി ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് അഡ്ജസ്റ്റഡ്, ദി ഓഡിറ്റേഴ്സ് ആൻഡ് ടാക്സ് അതോറിറ്റീസ് വിൽ നോട്ട് ആക്സെപ്റ്റ് ഇറ്റ്. സോ ദാറ്റ് ഈസ് ആൾസോ എ പ്രോബ്ലം. ടാക്സ് അതോറിറ്റീസായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം വരാം. ദെൻ ഇറ്റ് ഇൻവോൾവ് അഡീഷണൽ ക്ലറിക്കൽ വർക്ക്. ഓക്കെ. പ്രൊസീജിയർ പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട് വിത്ത് 3 കോളം, 3 കോളം വെച്ചിട്ടാണ്. ആ 3 കോളങ്ങൾ ഇതൊക്കെയാണ്. ടോട്ടൽ, കോസ്റ്റ്, പ്രോഫിറ്റ്. രണ്ട് സൈഡിലും ഡെബിറ്റിലും ക്രെഡിറ്റ് ഭാഗത്തും നമ്മൾ 3 കോളം വയ്ക്കും. എമൗണ്ട് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി ഡെബിറ്റ് സൈഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സാധാരണഗതിയിൽ ക്രെഡിറ്റ് സൈഡിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കേണ്ടത്. എന്നാൽ സൗകര്യത്തിന് വേണ്ടി നമ്മൾ എന്താണ് ഡെബിറ്റ് സൈഡിൽ നിന്നും കുറച്ച് കാണിക്കുന്നു. ദെൻ കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് സ്റ്റോക്ക്. ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു സ്റ്റോക്ക്. ദെൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അത് ഇഫ് പെർസെൻറ്റേജ് ഓൺ പ്രോഫിറ്റ് ഈസ് ഗിവൺ കോസ്റ്റ് പ്രൈസിലാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 ആണ്. അതല്ല മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ. ഈ തിയറീസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കാം.